ഹലോ ഗായ്സ്. അപ്പം ഇൻട്രോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഫസ്റ്റ് സെൽഫ് വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ അത്യാവശ്യം ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് വ്യൂസ് കിട്ടി. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ സിസ്റ്റർ അമൃത നായർ. പുള്ളിക്കാരുടെ ബൂസ്റ്റപ്പില്ലായിരുന്നെങ്കിൽ മേ ബി ഇത്രയൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം ഒരുപാട് താങ്ക്സ്. അപ്പം ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇട്ടപ്പോൾ തന്നെ കുറേ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. ചേട്ടാ എങ്ങനെ ജർമ്മനിലെത്തിയത്, എന്തൊക്കെയായിരുന്നു പ്രോസസ്സ്, ഏത് ഏജൻസി ആയിരുന്നു, അങ്ങനെ കുറേ മെസ്സേജ് വന്നു. പിന്നെ ഇന്നലെ ഇട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും കുറേ പേര് പറഞ്ഞായിരുന്നു ചേട്ടൻ എങ്ങനെ ജർമ്മനിലെത്തി എന്നൊന്ന് പറയാമോ. അപ്പം ഐ തോട്ട് ഐ വിൽ മേക്ക് എ വ്ളോഗ് അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ വന്നത് നോർക്ക ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഇതിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണ്, എങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യം കൊണ്ട് റിക്രൂട്ട്മെൻറ്റിൽ സെലക്ഷൻ കിട്ടി. ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് പാസ്സായി. ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ വന്നത് ഈ നോർക്ക ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴിയാണ് ജർമ്മനിലെത്തിയത്. അപ്പോൾ നോർക്കയുടെ ഇൻസ്റ്റാഗ്രാം ഓർ FB പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. അവർ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് അറിഞ്ഞത്. അവരുടെ പോസ്റ്റിന് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ മെയിൽ ഐഡിയിലോട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അയക്കുക, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൽ ഐഡിയിലോട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു റിപ്ലൈ വരും, ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. അങ്ങനെ അതിന് പോകും. അവിടുന്ന് നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പം വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് കുറേ പേര് വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പം അതിൽ സെലക്ട് ചെയ്താലേ ഈ ട്രിപ്പിൾ പ്രോഗ്രാമിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതും ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് അവർ ഇംഗ്ലീഷിലാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ, എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അങ്ങനെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും അവർ ഫസ്റ്റ് നോക്കുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോയിത്തിലായിരുന്നു ഇവർ ക്ലാസ് അറേഞ്ച് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ B1 വരെയുള്ള ക്ലാസ്സസൊക്കെ നമ്മളെ ഫ്രീ ആയിട്ട് ഇവർ പഠിപ്പിക്കും. പിന്നെ ഇപ്പം B1 വരെയുള്ള എക്സാമിൽ B1 വരെയുള്ള എക്സാമിൽ A1 to B1 വരെ പഠിപ്പിക്കും. അപ്പം ഏതെങ്കിലും ഒരു എക്സാം ഫെയിലായ ആദ്യത്തെ 2 പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു, റൂൾ മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം ലാംഗ്വേജ് കോഴ്സസൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർ പഠിപ്പിക്കും. ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ B1 എക്സാം കഴിഞ്ഞിട്ടോ അതിന് മുമ്പായിട്ട് ജർമ്മനിയിലുള്ള ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ B1 എക്സാമും ഇൻ്റർവ്യൂവും പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ടാവും. GIZ ആണ് അതെല്ലാം നോക്കുന്നത്. പ്രോസസ്സിങ് ടൈമിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേഷൻ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ട് ഇറങ്ങും. അത് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അത് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. പിന്നെ ബാക്കി ലാംഗ്വേജ് ക്ലാസ്സസൊക്കെ ഫ്രീ ആണ്. പിന്നെ B1 നമുക്കിപ്പം എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ഫ്രീ ആയിരുന്നു ഞങ്ങൾക്ക്. റൂള് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ആദ്യത്തെ 2 പ്രാവശ്യം ഫ്രീ ആയിരുന്നു. പിന്നീട് നമ്മൾ പൈസ കൊടുത്ത് എഴുതണമെന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹ്യൂറൻ പോയായിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ ഹ്യൂറൻ കിട്ടി. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ടായി. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. എല്ലാം കൂടെ ഒരു 1 year അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ലാംഗ്വേജ് ക്ലാസ്സസ് പ്ലസ് എക്സാം പ്ലസ് ഈ പ്രോസസ്സിങ് എല്ലാം കൂടെ ഒരു 1 year ആയിരുന്നു എനിക്ക് എടുത്ത ടൈം. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പിൾ വിന്നിൽ സെലക്ട് ആയിട്ട് വരുമ്പം നമ്മൾ ജോബ് റിസൈൻ ചെയ്തായിരിക്കണം ഇതിലോട്ട് എൻ്റർ ആവാനുള്ളത്. അത് അവർ പറയും. 1 year നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഓൺലൈൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സ്റ്റാർട്ടായിട്ടൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു 1 year ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോബൊക്കെ റിസൈൻ ചെയ്തു. 6-7 months എന്തോ ക്ലാസ് ഉണ്ടായിരുന്നു ടിൽ B1. ഞങ്ങൾക്ക് പാളയത്തായിരുന്നു ക്ലാസ്സസൊക്കെ. ഇൻ്റർവ്യൂ എനിക്ക് ഓഫ്ലൈൻ ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് അവർ വന്നിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ ഫുള്ള് ജർമ്മനിലായിരുന്നു. ഞാൻ അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സംഹൗ മാനേജ്ഡ് ഇറ്റ്. സെലക്ഷൻ കിട്ടി. അതെന്തോ ഭാഗ്യവും പ്രാർത്ഥനയും കൊണ്ട് സെലക്ഷനൊക്കെ കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് B2 ചെയ്യണം. അതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഈ ട്രിപ്പിൾ വിൻ വഴി വരുന്നതിൻ്റെ.
നമ്മൾ ജർമ്മനിൽ വന്നിട്ട് B2 ചെയ്യണം. ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസ് ആയിരിക്കും. ചിലപ്പം ക്ലാസ്സസ് ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലയിടത്ത് ഒരു 1 മന്ത് ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി പ്ലസ് ക്ലാസ്, ഐ മീൻ ഈ ലാംഗ്വേജ് ക്ലാസ്സസ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പം ഞാൻ വന്ന ഹോസ്പിറ്റലാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു 4 വീക്സ് ലാംഗ്വേജ് ക്ലാസ് ആണ്, അത് കഴിഞ്ഞ് ഡ്യൂട്ടി പ്ലസ് ക്ലാസ്. അപ്പം വീക്കിലി ഒരു 3 ഡേയ്സ് ഡ്യൂട്ടി, 3 ഡേയ്സ് ക്ലാസ് അങ്ങനെ ആയിരിക്കാം. ചേഞ്ച് ആവും, അത് നമ്മൾ ചെല്ലുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചായിരിക്കും. അപ്പം ഒരു 6 മന്ത്സ് ലാംഗ്വേജ് ക്ലാസ് ഉണ്ട്, അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലുകാരാണ് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരുന്നത്. പിന്നെ 1 ഇയർ സ്റ്റേയും ഹോസ്പിറ്റലുകാരാണ് അറേഞ്ച് ചെയ്ത് തരുന്നത്. 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് നോക്കണം. അതുവരെയുള്ള സ്റ്റേ എല്ലാം അവരായിരിക്കും നോക്കുന്നത്. സ്റ്റേയുടെ റെൻറ്റിൻ്റെ പൈസയൊക്കെ സാലറിയിൽ നിന്ന് കട്ടാവും. അപ്പം നമ്മൾ ഈ B1 കൊണ്ട് വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സായിരിക്കും. നമ്മളിവിടെ വന്നിട്ട് B2 എഴുതിയെടുക്കണം, പിന്നെ അനാർക്കലും പാസ്സാവണം. അപ്പോഴേ രജിസ്റ്റേർഡ് നേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാലറിയും ഹൈക്കാവും. അതുവരെ നമ്മളൊരു അസിസ്റ്റൻറ്റ് നേഴ്സ് ഇതിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേര് ട്രിപ്പിൾ വഴി ഇവിടെ ജർമ്മനിയിൽ വന്ന് വർക്ക് ചെയ്ത് അനാർക്കലൊക്കെ പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നോർക്കയായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേജൊക്കെ നോക്കി അടുത്ത റിക്രൂട്ട്മെൻറ്റൊക്കെ നോക്കി ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് B2 വരെ പഠിച്ചിട്ട് വരുന്നതുകൊണ്ട് അപ്പം നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ ആക്ച്വലി B2 പഠിച്ചിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം B1 നമ്മളിപ്പോൾ B1 സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ വന്നിട്ട് B2 പഠിക്കണം, പിന്നെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ കുറച്ച് സ്ട്രെസ്സിഷായിരിക്കും, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം ജർമ്മൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ പറയാം. അപ്പം വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഗോവത്തിൽ തന്നെ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട് B2 വരെ. വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് B2 പഠിച്ചിട്ട് വേറെ ഏജൻസി വഴി വരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വേറെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം B2 കൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അനാർക്കലും മാത്രം നോക്കിയാൽ മതി. ഇതിപ്പം B1 വെച്ചിട്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് B2 ലാംഗ്വേജ് പഠിക്കണം B2-ൻ്റെ, പിന്നെ ഡ്യൂട്ടി നോക്കണം. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതായിരിക്കും നല്ലത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. കാരണം ഞാൻ ബിഗിനറാണ്. എൻ്റെ വീഡിയോസിൽ എന്തൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. പ്ലീസ് ഡു കമൻസ് ഞാൻ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എഡിറ്റിങ്ങോ സൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെയോ വീഡിയോ എടുക്കുന്നതിൻ്റെയോ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. പിന്നെ ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വന്ന സ്റ്റെപ്സ് പറഞ്ഞു തന്നത്. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ പറയാം. അപ്പോൾ ചൂസ്.